Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. So let us start. First question, solve the linear program graphically. Maximize z equal to 250x plus 75y. Z is equal to 250x plus 75y subject to 5x plus y less than or equal to 100, x plus y less than or equal to 60, x greater than or equal to 0, y greater than or equal to 0. Okay. അപ്പോൾ നമുക്ക് ഈ ഒരു z equal to 250x plus 75y അത് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സബ്ജക്ട് ടു നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിക്കലി ഇത് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ 5x plus y less than or equal to 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x plus y is equal to 100 കേസ് എടുക്കാം. എന്നിട്ട് ഇതിൽ എക്സിനും വൈക്കും നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്താ, എക്സിന് 0 കൊടുത്താൽ y എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അതേപോലെ വൈക്ക് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താ 5x equal to 100 കിട്ടും. അതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് 100/5 ദാറ്റ് ഈസ് 20. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ പോയിന്റ്സ് എന്തൊക്കെയാ 0,100ഉം പിന്നെ 20,0. രണ്ട് പോയിന്റ്സ് കിട്ടി. ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ, അതാണ് 5x plus y is equal to 100. അങ്ങനെയാണ് ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ 0,100 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ 20,0 ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതാണ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെ ഇത് പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ലൈൻ ഇതുപോലെ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 60 കേസ് എടുക്കാം. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, എക്സും വൈയും എക്സിന് 0 കൊടുത്താൽ വൈ എന്താവും 60 ആവും. അതേപോലെ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് 60 ആവും. സോ 0 60 60 0 അതാണ് ഈ ഒരു പോയിന്റ്. ക്ലിയർ ആയല്ലോ. ഈ രണ്ട് പോയിന്റ്സ് അതായത് 0 60 ഇത് 60 0. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് അങ്ങനെ കിട്ടും നമുക്ക് 60,0 0,60. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടിയ ലൈനാണ് ഇത്. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രാഫിക്കലി വാല്യൂസ് ഇടയിലത്തൊക്കെ കിട്ടും കേട്ടോ. കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി ഇതിലെ കോർണർ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ രണ്ട് ലൈൻസിനും കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ z equal to 250x plus 75y മാക്സിമൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് വാട്ട്, ഈ എക്സിന്റെ വൈയുടെ വാല്യൂസ് അല്ലേ ഇപ്പൊ ഈ കോർണർ പോയിന്റ്സിൽ ഇപ്പൊ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാ, ഇതിപ്പോ O വരുന്നുണ്ട്, പിന്നെ A അത് ഓൾറെഡി നമ്മളിപ്പോ കണ്ടുപിടിച്ചു 20,0. ദെൻ B എന്ന് പറയുന്നത് 10,50, C എന്ന് പറയുന്നത് 0,60, 0,60 പിന്നെ ഒറിജിൻ എന്ന് പറയുന്നത് 00, പിന്നെ A എന്ന് പറയുന്നത് 20,0. ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. ഗ്രാഫിക്കലി വരച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത് ഉള്ള പോയിന്റ് ഇല്ലേ 10,50 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് കിട്ടി, കോർണർ പോയിന്റ്സ്. O എന്ന് പറയുന്നത് 00, A എന്ന് പറയുന്നത് 20,0, B 10,50 ആൻഡ് C എന്ന് പറയുന്നത് 0,60. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ Z രണ്ട് കോളംസ് വരയ്ക്കാം, കറസ്പോണ്ടിങ് പോയിന്റ്സ് വരയ്ക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Z-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എക്സും വൈയും ആണ് വാല്യൂസ് തന്നിരിക്കുന്നത്. ആ കറസ്പോണ്ടിങ് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 00 എക്സിന് 0 വൈക്ക് 0 കൊടുത്താൽ ടോട്ടൽ Z-ന്റെ വാല്യൂ 0 ആയിരിക്കും. നെക്സ്റ്റ് കേസിൽ എക്സിന് 20 വൈക്ക് 0, സോ എക്സിന് 20 കൊടുത്തു വൈക്ക് 0 കൊടുത്തു, അപ്പോൾ നമുക്ക് 5,000 വാല്യൂ കിട്ടും. നെക്സ്റ്റ് B 10,50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് 6,250 വാല്യൂ കിട്ടും. ലാസ്റ്റ് വൺ C 0,60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0,60, അപ്പോൾ നമുക്ക് 4,500 വാല്യൂ കിട്ടും. ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ 6,250, അതായത് at B ആണ് അല്ലേ. സോ Z max എന്ന് പറയുന്നത് 6250 ആണ്, at B 10,50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3 years റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്, നോ ചേഞ്ചസ്, ആ സെയിം വാല്യൂസ് ആണ്, സെയിം കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആണ് 3 yearsഉം. സോ അത് ഞാൻ അഗെയിൻ ഇതിൽ വീണ്ടും കാണിച്ചിട്ടില്ല, അപ്പോൾ ഇത് കെയർഫുള്ളായി പഠിക്കുക.
അപ്പോൾ മാക്സിമൈസ് z equal to 3x plus 2y. ഓക്കെ, സെയിം ആണ്. സോൾവ് ദ ലീനിയർ പ്രോഗ്രാം ഗ്രാഫിക്കലി. അപ്പോൾ z equal to 3x plus 2y തന്നിട്ടുണ്ട്. ഇനി x plus 2y less than or equal to 10, 3x plus y less than or equal to 15, x comma y greater than or equal to 0. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. x plus 2y is equal to 10, അതേപോലെ 3x plus y is equal to 15. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് x plus 2y is equal to 10. ആദ്യം എക്സിന് 0 കൊടുക്കാം. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2y is equal to 10 കിട്ടും. അപ്പോൾ y എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ. സോ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y is equal to 5 കിട്ടും. സോ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? 5. നെക്സ്റ്റ് കേസിൽ നമ്മൾ വൈക്ക് 0 കൊടുക്കാം. y ആണ് 0 കൊടുക്കുന്നത്. സോ എക്സിന്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കുക? എക്സ് പ്ലസ് 2y is equal to 10ൽ വൈക്ക് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 10 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ y 0 കൊടുക്കുമ്പോൾ എക്സിന് 10. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും, 0,5ഉം അതേപോലെ 10,0. ഇതാണ് രണ്ട് പോയിന്റ്സ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ കിട്ടും. നെക്സ്റ്റ് കേസ് ഇതേപോലെ 3x plus y is equal to 15. അതും ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3x plus y is equal to 15ൽ എക്സിന് 0 കൊടുത്തു. അപ്പോൾ നമുക്ക് y is equal to 15 കിട്ടും. ഓക്കെ, ഇപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 15 കിട്ടി. നെക്സ്റ്റ് കേസിൽ വൈക്ക് 0 കൊടുക്കുക. സോ 3x equal to 15 കിട്ടും. 3x equal to 15 കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്താ? 5 കിട്ടും. ക്ലിയർ ആയല്ലോ? 0 കൊടുക്കുമ്പോൾ 5 കിട്ടും. സോ രണ്ട് പോയിന്റ്സ് ഏതൊക്കെ കിട്ടിയത്? 0,15ഉം നെക്സ്റ്റ് വൺ 5,0. അങ്ങനെ രണ്ട് പോയിന്റ്സ് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം. അതായത് ഇവിടെ കറക്റ്റ് ഗ്രാഫിക്കലി കാണിച്ചിട്ടുണ്ട്. ഇവിടെ പോയിന്റ്സ് നോക്കുക. നമുക്ക് അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് കിട്ടും. അതാണ് ഈ രണ്ട് ലൈൻസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 0, 15, ദെൻ നെക്സ്റ്റ് വൺ ഇതേപോലെ 5,0. നെക്സ്റ്റ് പറയുന്നത് 0,5ഉം അതുപോലെ 10,0. അങ്ങനെ ഈ ഓരോ രണ്ട് പോയിന്റ്സ് പെയറായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ലൈൻസ് നമുക്ക് സെപ്പറേറ്റ് ലൈൻസ് കിട്ടും. ഇനി ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അത് ഗ്രാഫിക്കലി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 4,3 ആണ്. അതായത് എക്സിന് 4ഉം വൈക്ക് 3ഉം രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് 4 കോർണർ പോയിന്റ്സ് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ O എന്ന് പറയുന്നത് 0, 0, A എന്ന് പറയുന്നത് 5,0, B എന്ന് പറയുന്നത് 4,3, C എന്ന് പറയുന്നത് 0,5. ആ 4 കോർണർ പോയിന്റ്സും ഇതുപോലെ കോളമിൽ പ്ലോട്ട് ചെയ്യും, മീൻസ് വരയ്ക്കുക. എന്നിട്ട് മെൻഷൻ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സെഡിന്റെ വാല്യൂ കാണാം. സെഡ് എന്താ? 3x plus 2y ആണ്. എന്നിട്ട് ഏതാണോ സെഡിന്റെ മാക്സിമം വാല്യൂ ആ പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സിനും വൈക്കും 0, 0 കൊടുക്കാം. സോ 3x plus 2y എന്താ? 0. നെക്സ്റ്റ് കേസിൽ 3x plus 2yൽ ഇതേപോലെ എക്സിന് 5ഉം വൈക്ക് 0 കൊടുക്കാം. അപ്പോൾ 3 into 5 എത്രയാ? 15. ഓക്കെ, അപ്പോൾ നമുക്ക് 15 കിട്ടും. നെക്സ്റ്റ് കേസിൽ 4,3, അതായത് 3x plus 2yൽ 3 into 4 plus 2 into 3, അതായത് 12 plus 6 കിട്ടും 18. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വാല്യൂ 18 കിട്ടും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 0,5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് വാല്യൂ കിട്ടുക. സോ ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 18 ആണ് അല്ലെ? നോക്കിയാൽ തന്നെ അറിയാം 18 ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം ഓഫ് Z എന്ന് പറയുന്നത് 18 ആണ്. അറ്റ് ദ പോയിന്റ് 4,3. ഓക്കെ, താങ്ക് യു.